ഹൃദയരാഗങ്ങളുടെ സൗന്ദര്യം മലയാളിക്ക് പകർന്ന ശ്രീകുമാരൻ തമ്പിയുമായി ഓർമ്മകൾ പങ്കുവച്ചും പാട്ടുപാടിയും കുട്ടികൾ. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ വിളംബര പ്രഖ്യാപനവുമായി എത്തിയ വിദ്യാർത്ഥികളോടാണ് മഹാപ്രതിഭ മനസ്സു തുറന്നത്. ബന്ധുവാര് ശത്രുവാര് ബന്ധനത്തിൻ നോവറിയും കിളിമകളെ പറയൂ ബന്ധവാര്. എന്തുകൊണ്ടാണ് കിളിമകളോട് ചോദിച്ചത്? തത്തയോട് ചോദിച്ചതല്ല. കാരണം ബന്ധനത്തിൻ്റെ നോവ് അവൾക്കറിയാവുന്നത്. അവളെ കൂട്ടിട്ടിരിക്കുക. കവിത പോലെ മധുരിക്കുന്ന ഓർമ്മകൾ പങ്കുവച്ച് ശ്രീകുമാരൻ തമ്പി വാചാലനായപ്പോൾ കുട്ടികൾക്കത് പുത്തൻ അനുഭവം. മലയാളത്തിന്റെ മഹാപ്രതിഭയ്ക്ക് മുന്നിൽ കുട്ടികൾ കഥകൾ കേട്ടും പാട്ടുപാടിയും ഇരുന്നപ്പോൾ അത് മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ വിളംബര പ്രഖ്യാപനവുമായി. 26 സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തു, 30ഓളം സിനിമകൾ സംവിധാനം ചെയ്തു, 1000-ലധികം പാട്ടുകൾ എഴുതി. ശ്രീകുമാരൻ തമ്പിയുടെ പേയാട് പള്ളിമുക്കിലുള്ള വീട്ടിലാണ് മാതൃഭൂമി അക്ഷരോത്സവ വിളംബരത്തിന്റെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾ എത്തിയത്. സംഭാഷണത്തിനിടയ്ക്ക് പാട്ടിന് പിന്നിലെ കഥകളും കടന്നുവന്നു. ജനമനസ്സുകളിൽ നിന്ന് പാട്ടെടുത്ത് മാറ്റാൻ പറ്റില്ല. അത്രമാത്രം എഴുതുമ്പോൾ അത്രമാത്രം വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. വെറുതെ അങ്ങ് ചെയ്തല്ല. തിരുവനന്തപുരം മാർ ഇവാനിസ് കോളേജിലെയും MG കോളേജിലെയും വിദ്യാർത്ഥികളാണ് ഹൃദയഗീതങ്ങളുടെ കവിയുമായി സംവദിച്ചത്. സാഹിത്യോത്സവം വിളംബരം ചെയ്യുന്ന ഉപഹാരങ്ങൾ മാതൃഭൂമി ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ രാജീവ് ദേവരാജ്, മാതൃഭൂമി ന്യൂസ് എഡിറ്റർ P. അനിൽകുമാർ, റീജിയണൽ മാനേജർ R. മുരളി എന്നിവർ ചേർന്ന് ശ്രീകുമാരൻ തമ്പിക്ക് കൈമാറി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.